الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصح الحديث كتاب الله وإن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. وما رأيت مثل الجنة نام طالبها وما رأيت مثل النار نام هاربها. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع والأكم. نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. اعلموا أمة سيدنا محمد اللهم صل وسلم عليه. സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമളാനിൽ നമുക്കിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും എനിക്കതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അവൻ നമ്മുടെ ഈ പരിപാടികളെയൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പുണ്യ റമളാനിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന അമലിൽ ഈ പരിപാടിയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. റഹ്മാനെ, ഞങ്ങൾ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും നീ ഇഷ്ടപ്പെട്ട നല്ലവരിൽപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ഇപ്പോൾ വന്ന് ഭവിച്ച ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയൊക്കെ, നാടിനെ, നാട്ടുകാരെ, രാജ്യത്തെ, ലോകത്തെ സലാമത്താക്കുകയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി ഞങ്ങളെ തുണക്കുകയും ചെയ്യണമേ റഹ്മാനെ. വിശുദ്ധ റമളാനിൽ ജമാഅത്തിനോ ജുമാഅക്കോ പള്ളിയിൽ പോകാനോ, പള്ളിയിൽ പോയി ഇത്തിക്കാഫിരുന്ന് ഖുർആൻ പാരായണം ചെയ്യാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ്. റഹ്മാനെ, ഞങ്ങൾക്ക് വളരെയേറെ വേദനയുണ്ട്, വളരെയേറെ പ്രയാസമുണ്ട്. അതൊക്കെ അറിയുന്ന നാഥ, ഞങ്ങൾക്ക് അതിനൊക്കെയുള്ള പ്രതിഫലം, പള്ളിയിൽ പോയതിനുള്ള പ്രതിഫലം, ജുമാഅക്ക് പോയതിനുള്ള പ്രതിഫലം, പള്ളിയിൽ ഈത്തിക്കാഫിരുന്നുള്ള പ്രതിഫലമൊക്കെ തരേണമേ റബ്ബേ. ഞങ്ങൾക്ക് പോയി അത് നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. ആഗ്രഹമുണ്ട്, അഭിലാഷമുണ്ട്. ഞങ്ങളെല്ലാ വർഷവും കഴിയും പോലെ അതൊക്കെ ചെയ്യുന്നവരാണ് പടച്ചവനെ, നിനക്കറിയാമല്ലോ. അതുകൊണ്ട് പ്രതിഫലത്തിൽ കുറക്കാതെ അതൊക്കെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ വേദാറുണ്ട്. പക്ഷേ ഈ പ്രത്യേക പരിസ്ഥിതിയിൽ ഇതല്ല നിർവാഹമല്ല. ഈ കോവിഡ്-19
മഹാരോഗം, ഈ വൈറസ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വ്യാപിക്കുന്നു, ഇത് പൂർണ്ണമായി ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള മാർഗമെന്ത്, ഇതൊന്നും ലോകം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വലിയ വലിയ രാഷ്ട്രങ്ങൾ സാമ്പത്തികമായും ശാസ്ത്രീയമായുമൊക്കെ ഉന്നതിയിലുള്ള വലിയ രാഷ്ട്രങ്ങൾ വരെ ഞെട്ടിത്തെറിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഒരു പ്രതിവിധിയും ശാശ്വതമായി ഇതിനുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. റിപ്പോർട്ട് പ്രകാരവും നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ചും ഒരു മാർഗം മാത്രമേ ഇത് വ്യാപകമാവാതിരിക്കാനുള്ളൂ. അതായത് ജനങ്ങൾ കൂടാതിരിക്കുക, അകലം പാലിക്കുക, വിട്ടു നിൽക്കുക. ഇതല്ലാതെ ഈ മഹാമാരി പകരാതിരിക്കാൻ മറ്റൊരു മാർഗം ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്നും ഉത്തരവാദപ്പെട്ടവരുടെ നിർദ്ദേശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത് പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം, ജാഗ്രതയുണ്ടായിരിക്കണം എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ നേതാക്കൾ, ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഉന്നതായ പണ്ഡിതന്മാർ, തവ്വലല്ലാഹു ഉംറഹും മഅസ്സിഹത്തി വൽ ആഫിയ, എല്ലാ സമുദായ നേതാക്കളും, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള എല്ലാ നേതാക്കളും നമ്മളോട് ഈ കാര്യം ഉണർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കഴിവനുസരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എങ്ങനെയാണ് വന്ന് ഭവിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല. ഒരാൾക്ക് ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഇതറിയുന്നില്ല. അദ്ദേഹം ഇതറിയാൻ ചിലപ്പോൾ 10, 20, 25 ദിവസം പിടിക്കുന്നു. മുമ്പ് ഇവിടെ വന്ന നിപ്പ പോലെയല്ല. നിപ്പ ഒരു ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ആ അടയാളങ്ങൾ വന്ന ശേഷം പകരുകയും ചെയ്യും, വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. ഈ രോഗം മനസ്സിലായിടത്തോളം, ലോകത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നിടത്തോളം രോഗം പിടിപെട്ട് കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതിന് ലക്ഷങ്ങൾ വരുന്നത്. പക്ഷെ പിടിപെടുമ്പോൾ തന്നെ ഇത് പടരും. അപ്പോൾ നാം ടച്ച് ചെയ്യുന്നവർ, അവർക്ക് രോഗമുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അതുപോലെ നമുക്ക് രോഗമുണ്ടോ ഇല്ലേ എന്ന് അവരും അറിയുന്നില്ല. നമ്മൾ കുറേ ആളുകളെ കണ്ടു, തൊട്ടു, നമ്മൾ ഒരുമിച്ച് കൂടി, നമ്മിൽ ഒരാൾക്ക് അതുണ്ടെന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം തിരിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ടവരെയൊക്കെ നിരീക്ഷണത്തിലാക്കി അവരെയൊക്കെ ഇത് പരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പം നീങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഇത് വ്യാപിക്കാതിരിക്കാൻ, പടരാതിരിക്കാൻ, വ്യാപകമാകാതിരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് പ്രായമുള്ളവരും ചെറിയ കുട്ടികളും രോഗമുള്ളവരും വളരെ ശ്രദ്ധിക്കുക. കാരണം മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞിടത്താണ് ഇത് പെട്ടെന്ന് പിടിപെടുന്നതും വ്യാപകമാകുന്നതും വളരുന്നതും ശക്തി പ്രാപിക്കുന്നതും ഒക്കെ. അപ്പോൾ പ്രതിരോധ ശക്തി കുറഞ്ഞവർ, അതാ പറഞ്ഞത്, പ്രായമുള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ, മറ്റ് രോഗികൾ, കൂടുതൽ രോഗമുള്ളവർ, അവർക്കൊക്കെ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് വേഗത്തിൽ ഇത് പിടിപെടും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. അത്യാവശ്യ സംഗതിക്ക് വേണ്ടി പുറത്തു പോവുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും ഒക്കെ നിർദ്ദേശിച്ച പോലെ അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പുറത്തു പോവുക. ഈ ഉള്ള ജാഗ്രതയല്ലാതെ, ഇങ്ങനെ ജാഗ്രത കാണിക്കലല്ലാതെ ഈ രോഗം പടരാതിരിക്കാൻ, വ്യാപകമാകാതിരിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. ഈ വിഷയത്തിൽ ശ്രദ്ധ കുറഞ്ഞ രാഷ്ട്രങ്ങൾ ഇന്ന് കേഴുകയാണ്.
ഇപ്പം അമേരിക്ക, ഇറ്റലിയൊക്കെ അതിൽപ്പെട്ടതാണ്. അവർ വേണ്ട പോലെയുള്ള ഈ അകലം പാലിക്കുക എന്ന ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്ന ഈ ലോക്ക് ഡൗൺ ആ നാട്ടിൽ പെട്ടെന്ന് ആദ്യത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അത്രയും വ്യാപകമായി അവിടെ അനുഭവപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ലോക്ക് ഡൗൺ ആദ്യം തന്നെ ഈ അകലം പാലിക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളിൽ, ഇന്തോനേഷ്യ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ, ഹോങ്കോങ് പോലത്തെ രാഷ്ട്രങ്ങളിൽ ഇത് വ്യാപകമായിട്ടില്ല. ഉണ്ടെങ്കിലും വ്യാപകമാകുന്നില്ല. നമ്മളെ നാട്ടിലും ഇന്ത്യ രാജ്യത്ത് ലോക്ക് ഡൗൺ പെട്ടെന്ന് വരികയും ശരിക്ക് പരസ്പരം കാണാനും തൊടാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ നാടിനെ ഭരണാധികാരികൾ കൊണ്ടുപോയി. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെയുള്ള ഒരു ശക്തമായ നീക്കം ഭരണകക്ഷിയിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഉണ്ടായപ്പോൾ മറ്റ് നാടുകളിൽ ഉണ്ടായ വ്യാപനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പം അതുകൊണ്ട് വിനീതമായി നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ രോഗത്തെ പ്രതിരോധിക്കുക, ഇത് നാട്ടിൽ നിന്നില്ലാതാവുക എന്നുള്ളത് നമ്മുടെയൊക്കെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. കുറച്ച് വിഷമിച്ചാലും പ്രയാസപ്പെട്ടാലും അത് പാലിക്കണം എന്ന് വിനീതമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. തഹജ്ജുദിനെ സംബന്ധിച്ച്, രാത്രിയത്തെ നിസ്കാരത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാനാണ് എന്നോട് ഏൽപ്പിക്കപ്പെട്ടത്. അതിലേക്ക് കടക്കാം. അള്ളാഹു പറയാനും നിങ്ങൾ കേൾക്കുവാനും തൗഫീക്ക് നൽകട്ടെ. സത്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച് മരിക്കാൻ അവൻ നമുക്കൊക്കെ ഉദവി നൽകി അനുഗ്രഹിക്കട്ടെ. തഹജ്ജുദിനെ പറ്റി പറയുന്നതിന് മുമ്പ് മൊത്തത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ 2-3 കാര്യം ഞാനിവിടെ പറയാം. അത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ദുആഉൽ ഇഫ്തിതാഹ് എന്ന ഒരു ദുആ സുന്നത്താണ്. അത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി എന്നുള്ളതാണ് ദുആഉൽ ഇഫ്തിതാഹായി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചെയ്തു വരുന്നത്, അത് സുന്നത്താണ്. എന്നാൽ ഇത് ഫർള് നിസ്കാരങ്ങളിൽ മാത്രമാണെന്ന് ചില ആളുകൾ ധരിച്ച പോലെയുണ്ട്. എല്ലാ നിസ്കാരങ്ങൾക്കും വജ്ജഹ്തു സുന്നത്താണ്. വജ്ജഹ്തു എന്നല്ല, ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്താണ്. തറാവി ആവട്ടെ, വിത്റാവട്ടെ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ചെല്ലൽ ദുആഉൽ ഇഫ്തിതാഹ് നമുക്ക് സുന്നത്താണ്. മുഅ്തമദായ ഖൗല് പ്രകാരം സുന്നത്താണ്. പക്ഷേ അത് നിർബന്ധമാണെന്ന് പറഞ്ഞവരുമുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ, അഭിപ്രായത്തിൽ ദുആഉൽ ഇഫ്തിതാഹ് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. ഇങ്ങനൊരു അഭിപ്രായമുള്ളത് കൊണ്ട് ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കുന്നത് കറാഹത്തായിട്ടും വരും. അപ്പോൾ എല്ലാ നിസ്കാരത്തിലും തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ് നടത്തണം. ഇപ്പോൾ തറാവിയിൽ 10 പ്രാവശ്യം നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ 10 പ്രാവശ്യവും നമ്മൾ വജ്ജഹ്തു ഓതണം. വജ്ജഹ്തു എന്നല്ല, ദുആഉൽ ഇഫ്തിതാഹ് നടത്തണം. അല്ലാത്ത പക്ഷം കറാഹത്ത് വരും. കറാഹത്ത് എന്തായാലും വരും. നിർബന്ധമാണെന്നൊരു അഭിപ്രായ പ്രകാരം നിസ്കാരം ശരിയാവാതെയും പോകും. അവരുടെ അഭിപ്രായത്തിൽ മുഅ്തമദായ ഖൗൽ പ്രകാരം പ്രശ്നമല്ല. അപ്പോൾ വജ്ജഹ്തു കൂടുതൽ ഓതാൻ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി ഓതാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ബദലായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു കാര്യം, അഊദ് ഓതുക എന്നുള്ളത് സുന്നത്താണ്. മുഅ്തമദായ ഖൗൽ സുന്നത്തേ ഉള്ളൂ. ഫാത്തിഹയുടെ മുമ്പ് അഊദ് ഓതൽ, ബിസ്മി മുതൽ നിർബന്ധം, അഊദ് ഓതൽ സുന്നത്ത്. പക്ഷേ അത് നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെ അഊദ് ഓതാതിരിക്കരുത്. എപ്പം ഫാത്തിഹ ഓതുകയാണെങ്കിൽ
ഏത് റക്അത്തിലും ഫാത്തിഹ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടേ ബിസ്മിച്ച് തുടങ്ങാവൂ. കാരണം അഊദ് നിർബന്ധമാണെന്ന് പറഞ്ഞൊരു അഭിപ്രായ പ്രകാരം നിസ്കാരം ശരിയാവില്ല. അങ്ങനെ ഒരു അഭിപ്രായമുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്നത് കറാഹത്തായിട്ടുണ്ട്. 2. മൂന്നാമത്തത്, നമ്മൾ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഇത് വരെ നമുക്ക് നിർബന്ധമാണ്. കാരണം അത്തഹിയ്യാത്തും അതുപോലെ സ്വലാത്തും നിർബന്ധമാണ്. അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ മുതൽ ഒക്കെ സുന്നത്തുകളാണ്. സുന്നത്താണ് അവിടുന്ന് പോകുന്നത്. സുന്നത്ത് പോയി ഹമീദും മജീദ് വരെ കഴിഞ്ഞു. അത് സ്വലാത്ത് പൂർത്തീകരണം. റബ്ബി ഗ്ഫിർലി എന്ന് നമ്മൾ ചൊല്ലിപ്പോകുന്നത് അതും സുന്നത്താണ്, ദുആ. എന്നാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൽ നാരി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാരി വമിൻ മസീഹിദ് ദജ്ജാൽ എന്ന് പറയുന്ന ആ ഭാഗം നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അത് നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അത് കൊണ്ടുവരണം. അത് ഒഴിവാക്കുമ്പോൾ കറാഹത്ത് വരും. അപ്പോൾ 3 കാര്യം പ്രധാനമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ നമ്മൾ ഏത് നിസ്കാരം നടത്തുക, തഹജ്ജുദ് ആയാലും ശരി, തറാവി ആയാലും ശരി, ഇനി മറ്റ് നിസ്കാരങ്ങളായാലും ശരി, ഫർദ് നിസ്കാരമായാലും ശരി, അവിടെയൊക്കെ ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. നമ്മുടെ അമലുകൾ പൂർണ്ണമാകണം. അല്ലാതിരുന്നാൽ അതിന് ഭംഗം വരുമല്ലോ. അള്ളാഹു നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ ദുആയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ചെറിയൊരു അവ്യക്തത മേത്തൽ പറഞ്ഞതിൽ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ഈ ദുആ നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ നോക്കണം, അത് ചെല്ലണം. അതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് മുതൽ ഇതുവരെയുള്ളത് സുന്നത്തുകളിൽപ്പെട്ടതാണ്. അത് ഒഴിവാക്കിയാൽ സുന്നത്ത് പോയി പോവും. അതൊക്കെ ചെല്ലണം. അതൊക്കെ എല്ലാ നിസ്കാരത്തിലും വേണം താനും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ നിസ്കാരത്തിലും ഇതൊക്കെ കൊണ്ടുവരണം. തറാവിയിലായാലും ഇത്റിലായാലും ഒക്കെ ഇതൊക്കെ കൊണ്ടുവരണം. ഇനി നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഒഴിവാക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് മുതൽ ഈ ദുആ വരെയുള്ളത് ഒഴിവായിപ്പോയാൽ സുന്നത്ത് പോയുള്ളൂ. പ്രശ്നങ്ങളൊന്നുമില്ല, കൂലി കുറഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. ഈ ദുആ ഒഴിവാക്കിയാൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞവരുടെ അഭിപ്രായത്തിൽ നിസ്കാരം സഹിയാവാതെ പോകും. അതുപോലെ തന്നെ കറാഹത്തായി വരികയും ചെയ്യും. മുഅ്തമദായ ഖൗല് പ്രകാരം അത് നിർബന്ധമാണെന്നവരുടെ അഭിപ്രായത്തെ മാനിക്കാത്തത് കൊണ്ട് കറാഹത്ത് വരികയും ചെയ്യുമെന്നാണ് പറഞ്ഞതിൻ്റെ പോയിന്റ്. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് തഹജ്ജുദിനെ സംബന്ധിച്ച് പറയാം. തഹജ്ജുദ് എന്ന നിസ്കാരം ഒരു പ്രധാനപ്പെട്ട സുന്നത്തായ കർമ്മമാണ്. രാത്രി നമ്മൾ ഇശാ, സുന്നത്ത്, വിത്ർ ഒക്കെ നിസ്കരിച്ച് കിടന്ന ശേഷം, ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് തഹജ്ജുദ് നിസ്കാരം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളുമൊക്കെ, മഹാന്മാർ ചരിത്രം പരിശോധിച്ചാൽ മഹാരഥന്മാരൊക്കെ ആ നിസ്കാരത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. വലിയ കൂലി കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട നിസ്കാരമാണത്. അതായത് ലോകം മൊത്തത്തിൽ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് ഇബാദത്തെടുക്കുകയും കൈ നീട്ടി
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചാൽ അറിയാമല്ലോ, അതൊരു പ്രധാനപ്പെട്ട കർമ്മമാണെന്ന്. രാത്രി ദുആക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമുള്ള സമയമാണ് ഈ ടൈം. ആ സമയത്താണ് നമ്മൾ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈനീട്ടി ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ലഭിക്കാനുള്ള ഒരു ചാൻസാണ് ഇതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത്. ഏത് കാലത്തും റമദാൻ മാസത്തിൽ മാത്രമല്ല. ഉദാഹരണം, തറാവീഹ് റമദാൻ മാസത്തിലേ ഉള്ളൂ. അതേ സമയത്ത് തഹജ്ജുദ് നിസ്കാരം എല്ലാ മാസങ്ങളിലുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. അപ്പോൾ വളരെ പുണ്യമായ ഈ അമൽ റമദാനിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക് അസാ അൻ യബ്അസക മഖാമൻ മഹ്മൂദാ. എന്താണിത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പറയാണ്, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. അത് നബിയെ നിങ്ങൾക്ക് ആ മഖാമം മഹ്മൂദിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, ചേർക്കാൻ, അയക്കാൻ അത് കാരണമായേക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബാങ്കൊക്കെ കഴിഞ്ഞാൽ ദുആർക്കല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി എന്ന് പറഞ്ഞാൽ ദുആറുണ്ടല്ലോ, പഠിച്ചോനെ മഖാമും മഹ്മൂദ് നബിക്ക് കൊടുക്കണേന്ന്. അതൊരു വല്ലാത്തൊരു സ്ഥാനമാണ്. അത് വിവരിക്കാൻ നേരല്ല, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച് തന്നെ. അപ്പോൾ ഈ മഖാമും മഹ്മൂദിലേക്ക് എത്താൻ നബിയെ നിങ്ങളെ തഹജ്ജുദ് നിസ്കാരം കാരണമായേക്കാം. അതുകൊണ്ട് നബിയെ നിങ്ങൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യഖൂമു മിനൽ ലൈലി, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും. കാല് നീര് കെട്ടി വീർക്കുന്നവരെ നിൽക്കായിരിക്കും തഹജ്ജുദ് ഖിയാമുൽ ലൈൽ. അപ്പോൾ ആയിഷ പറയാണ്, ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു നബിയെ, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതിന് ശേഷം എല്ലാ ദോഷങ്ങളും പുറത്തു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹുവെങ്കിൽ വലിയ സ്ഥാനവും മഹത്വവും ഉണ്ടല്ലോ നബിയെ, പിന്നെ എന്തിനാ അങ്ങനെ ഈ രൂപത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് രാത്രിയിൽ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, അഫലാ അകൂന അബ്ദൻ ശക്കൂറാ, ഞാനൊരു നന്ദിയുള്ള മനുഷ്യനാവണ്ടയോ ആയിഷ എന്ന് മറുപടി പറഞ്ഞു എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞതെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം ഇതുപോലെയുള്ള അമലുകളെക്കുറിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെയേറെ പ്രയാസപ്പെട്ട് ഭൗതിക വിഷയങ്ങളിൽ വളരെയേറെ പ്രയാസപ്പെട്ട് ജീവിച്ചൊരു കുടുംബമായിരുന്നു ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം. ഇതേ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആഴ്ചകളോളം തീമൂട്ടാത്ത സന്ദർഭം നബിയുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. തീ മൂട്ടണമെങ്കിൽ അങ്ങനെയുള്ള സാധനം വേണ്ടേ? അല്പം കാരക്കയോ 1, 2, 3 ചുള കാരക്കയും പച്ചവെള്ളവും അങ്ങനെ കുടിച്ച് ആഴ്ചകളോളം തീ മൂട്ടാത്ത സന്ദർഭം നബിയുടെ കുടുംബത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ദീർഘമായി തഹജ്ജുദ് നിസ്കരിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ അല്ലാഹു തആല തന്നെ ഖുർആനിൽ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ എന്ന് നമ്മൾ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തിൽ
രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞതായ ആയത്താണത്. അവർ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കും എന്ന് അള്ളാഹു നമ്മളെക്കുറിച്ച്, അങ്ങനെ നിസ്കരിക്കുന്നവരെ കുറിച്ച് പറയുന്നു, സത്യവിശ്വാസികളെക്കുറിച്ച് പറയുന്നു. അപ്പം തഹജ്ജുദ് വല്ലാത്ത ഒരു ഇബാദത്താണ്. മാത്രമല്ല ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഹദീസിൽ തന്നെ പറയുന്നു, ഫർള് നിസ്കാരം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, കുറച്ച് ദീർഘമായ ഹദീസാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമേറിയ ഒരു നിസ്കാരം അത് രാത്രിയത്തെ ഇപ്പറഞ്ഞ തഹജ്ജുദ് നിസ്കാരമാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മഹത്വമേറിയത് എന്ന് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ സലാമിനെ തൊട്ട് റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അയ്യുഹന്നാസ് അഫ്ശുസ് സലാമ വ അത്ഈമുത് തആമ വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. ജനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ജനങ്ങളെ നിങ്ങൾ സലാം കൂടുതൽ പറയണം. മുസ്ലിമീങ്ങൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ഇത് നിങ്ങളിൽ ഉണ്ടാവണം. മാത്രമല്ല പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുക എന്നുള്ള, ആര് കൊടുത്താലും ഭക്ഷണം കൊടുക്കുന്നത് വലിയ പുണ്യകർമ്മമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾ നിസ്കരിക്കണം. രാത്രിത്തെ നിസ്കാരം തഹജ്ജുദ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സ്വർഗത്തിലേക്ക് കടന്നു പോകാം. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ തഹജ്ജുദിൻ്റെ കാര്യത്തിൽ ഖുർആനും ഹദീസും ശക്തമായ നിർദ്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത്രമാത്രം നിർദ്ദേശം നമുക്ക് കിട്ടിയെങ്കിലും നമ്മൾ അത് ഗൗനിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും, ഞാനടക്കം ഓരോരുത്തരും അവനവൻ്റെ ശരീരത്തോട് ചോദിക്കുകയും കഴിയും പോലെ ഈ കർമ്മം, തഹജ്ജുദ് എന്ന ഈ പ്രധാനപ്പെട്ട നിസ്കാരം ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും വേണമെന്നാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, പൊതുവേ നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളാകുമ്പോൾ പഠിക്കലുണ്ടല്ലോ, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹാ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു കർമ്മം ഒരു മുസ്ലിമായ മനുഷ്യന് ചെയ്യാനില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തുൽ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി മൊത്തത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു മനുഷ്യന് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന്, സാധിക്കുന്നില്ലെങ്കിൽ ചരിഞ്ഞു കിടന്ന്, സാധിക്കുന്നില്ലെങ്കിൽ മലർന്നു കിടന്ന്, കിടന്ന് നിസ്കരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റിരുന്ന് റുക്കുവും സുജൂദും ചെയ്യണമെന്നാണ്. സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ തലകളെ കൊണ്ട് ഇശാറത്ത് ചെയ്ത് റുക്കുവും സുജൂദും നിർവഹിച്ച് നിസ്കരിച്ചോളണം. ഇനി അതിനവന് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ കൺപോളകൾ ഇശാറത്ത് ചെയ്തുകൊണ്ട് നിസ്കാരം പൂർത്തീകരിക്കണം. ഇത് ഫർള് നിസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. നിസ്കാരം പൂർത്തീകരിക്കണം. ഇനി കൺപോളകളും അനങ്ങാത്ത അത്രയും മാരകമായ രോഗത്തിലാണ് അവനെങ്കിൽ, ബുദ്ധിയുണ്ട് പക്ഷേ കണ്ണിൻ്റെ പോള് പോലും അനങ്ങാത്ത രൂപത്തിലാണ് അവൻ്റെ കിടത്തം, അത്രയും മാരകമാണ് രോഗം. എന്നാലും ബുദ്ധിയുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല.
ഹൃദയങ്ങളിൽ ഫർളുകൾ ഓർത്തുകൊണ്ട്, നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അവൻ നിസ്കരിക്കേണ്ടതാണ്. അങ്ങനെ നിസ്കരിച്ചുകൊള്ളണം. നിസ്കാരത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇസ്ലാം തന്നിട്ടില്ല. ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കുസ്സലാ, ഒരു മുസൽമാൻ്റെയും അല്ലാത്തവൻ്റെയും ഇടയുള്ള വ്യത്യാസം നിസ്കരിക്കലും നിസ്കരിക്കാതിരിക്കലുമാണെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിസ്കാരമാണ് ഒരു മുസ്ലിമിനെ മുസ്ലിമായി എപ്പോഴും മുസ്ലിമായി നിലനിർത്താനുള്ള അടയാളമെന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഷഹാദത്തുൽ അത് ഒന്നാണ് ഫസ്റ്റ് ഇസ്ലാം കാര്യത്തിൽ. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിമാണെന്ന് അറിയാനുള്ള അടയാളം. നോമ്പ് കൊല്ലത്തിൽ 30 ദിവസമേ വരുന്നുള്ളൂ, ഒരു മാസമേ വരുന്നുള്ളൂ. സക്കാത്ത് സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രമേ കൊടുക്കേണ്ടതും ചെയ്യേണ്ടതുള്ളൂ. ഹജ്ജ് സാമ്പത്തികമായി കഴിവുള്ളവൻ, വഴിയിലും മറ്റും തടസ്സമില്ലെങ്കിലേ അവൻ ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ. ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കി നിലനിർത്തുന്നത് ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കുസ്സലാത്ത്, നിസ്കരിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളതാണ് മുസ്ലിമാണോ അല്ലേ എന്നറിയാനുള്ള അടയാളമെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് മരിപ്പിച്ചു തരട്ടെ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ എല്ലാം ഖബറിനെ അള്ളാഹു സ്വർഗത്തിന് തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി കൺകൊടുക്ക കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു